Hi friends, welcome back to SSC Signature. Friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന കേരള PSCയുടെ ഖാദി ബോർഡ് LDC എക്സാമിന്റെ മാത്സിന്റെ സൊല്യൂഷൻസ് ആണ്. സോ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന എക്സാമിൽ മാത്സിന്റെയും റീസണിന്റെയും പോർഷൻസ് ഒക്കെ നമുക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഓരോന്നും വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ആണ്. ആ ഓർഡറിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ആദ്യ ചോദ്യം, ഒരാൾ നേരെ കിഴക്കോട്ട് 6 മീറ്ററും. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ സെൻസിന്റെ ചോദ്യമാണ്. അപ്പോൾ ആദ്യം കിഴക്കോട്ട്, എല്ലാവർക്കും അറിയാം, ഇവിടെ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒരാൾ നേരെ കിഴക്കോട്ട് 6 മീറ്ററും. അപ്പൊ കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 6 മീറ്ററും, അവിടെ നിന്ന് ഇടത്തോട്ട്. ഓക്കെ, അപ്പൊ ഇതിന് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് വരയ്ക്കണം. 4 മീറ്ററും, മുകളിലേക്ക് 4 മീറ്ററും, വീണ്ടും വലത്തോട്ട്. അപ്പൊ ഇതിന്റെ വലത്തെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക്. ഓക്കെ, വീണ്ടും വലത്തോട്ട് 2 മീറ്ററും സഞ്ചരിക്കുന്നു എങ്കിൽ ഇപ്പോൾ അയാളുടെ ദിശ ഏതാണ്? ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷനിലാണ് ഇപ്പോൾ അയാൾ. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്കാണ്. അപ്പൊ നമ്മുടെ ആൻസർ കിഴക്ക്, ഓപ്ഷൻ എ. കുമാർ എന്നത് 64 ആയാൽ കുമാരി ഓക്കെ എത്രയാണെന്ന ചോദ്യം. അപ്പൊ നമുക്കറിയാം കുമാർ എന്നത് 64. അപ്പോൾ ഈ നമ്പേഴ്സ്, ആൽഫബറ്റിന്റെ നമ്പേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. നമുക്കറിയാം K11, U21, M13, A1, R18. ഇതെല്ലാം തമ്മിൽ കൂട്ടുമ്പോഴാണ് 64 എന്ന് കിട്ടുക, അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത് കുമാരി എന്നാണ്. അതായത് ഈ കുമാർ വരെയുള്ളത് 64 എന്ന് അറിയാം. ഈ I, ഓക്കെ, I എന്ന് പറയുന്നത് 9. ഓക്കെ, 9 എന്ന നമ്പർ ആണ്. അപ്പോൾ 64 + 9 നമുക്ക് 73 എന്ന് കിട്ടും. ഓക്കെ, 73, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തൊരു ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ബിയുടെ അമ്മ. ഓക്കെ, ബിയുടെ അമ്മ. ഓക്കെ, ബിയുടെ അമ്മ. അപ്പൊ ഞാനിവിടെ വുമൻസിനെയൊക്കെ സർക്കിൾ ആയിട്ടും ജെൻസിനെയൊക്കെ സ്ക്വയർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ബിയുടെ അമ്മ, അമ്മ എന്ന് പറയുന്നത് വുമൺ ആയതുകൊണ്ട് ഞാൻ സർക്കിൾ ഡിനോട്ട് ചെയ്തു. ബിയുടെ അമ്മ എയുടെ അമ്മയുടെ മകളാണെങ്കിൽ, എയുടെ അമ്മയുടെ മകൾ. ഓക്കെ, അപ്പൊ എ എന്നൊരാളുണ്ട്, എയുടെ അമ്മയുടെ മകളാണ് ബിയുടെ അമ്മ. അപ്പൊ എ എന്ന് പറയുന്നത് ബിയുടെ അമ്മയുടെ സഹോദരനോ സഹോദരിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ബിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, എ എന്ന് പറയുന്നത് ഇവിടെ ആണാണോ പെണ്ണാണോ നമുക്ക് അറിയില്ല. അപ്പൊ ബിക്ക് എ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അമ്മാവനാവാം അല്ലെങ്കിൽ അമ്മായി ആവാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ, സഹോദരൻ, അമ്മ വഴിയുള്ള അമ്മാവൻ. ഓക്കെ, അപ്പോ ബിയുടെ അമ്മയാണ്, അമ്മ വഴിയുള്ള അമ്മാവൻ. അമ്മ വഴിയുള്ള വേറെ റിലേഷൻ ഒന്നും ഓപ്ഷനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ അമ്മ വഴിയുള്ള അമ്മാവൻ എന്നാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം. ഒരു കലണ്ടർ പ്രോബ്ലം ആണ്. 2017 ജനുവരി 26. ഓക്കെ, 2017 ജനുവരി 26 വ്യാഴാഴ്ചയാണെങ്കിൽ, ഓക്കെ, വ്യാഴമാണെങ്കിൽ 2018, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് ജനുവരി 26 ഏത് ദിവസമായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം. 2017 2018 ഇത് സാധാരണ ഓർഡിനറി ഇയർ ആണ്, അല്ലെ? അതായത് സാധാരണ വർഷമാണ്, ലീപ് ഇയർ ഒന്നും അല്ല. അപ്പൊ സാധാരണ വർഷം വരികയാണെങ്കിൽ ഇതേ ദിവസം എന്ന് പറയുന്നത് ഇതിനേക്കാളും 1 കൂടുതലായിരിക്കും. ഓക്കെ, ലീപ് ഇയർ ആണെങ്കിൽ ഈ ദിവസത്തിനേക്കാളും 2 കൂടും. ഇവിടെ സാധാരണ ഇയർ ആയതുകൊണ്ട്, അതായത് ഓർഡിനറി ഇയർ ആയതുകൊണ്ട് ഇതിനേക്കാളും 1 ദിവസം കൂടുതലായിരിക്കും. അതായത് നമ്മുടെ ആൻസർ ഇവിടെ വെള്ളി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി വെള്ളി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം ഒരു ടൈമിന്റെ ചോദ്യമാണ്. 8:20 ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കുമുള്ള കോണളവ്. ഓക്കെ, ആംഗിൾ കണ്ടുപിടിക്കാനാണ്. 8:20 എന്ന സമയമാണ്. ഓക്കെ, ഇതിന് 2-3 മെത്തേഡ് ഉണ്ട്. അപ്പൊ ഒരു എളുപ്പമുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം ഓക്കെ, ഈ 20 എന്ന് പറയുന്നത്, മിനിറ്റ് ഹാൻഡിൽ 20 എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്കിൽ 4 എന്ന നമ്പറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെ? അതായത് നമ്മുടെ മിനിറ്റ് ഹാൻഡ് 4 വരുമ്പോഴല്ലേ നമ്മൾ 20 എന്ന സമയം പറയാം, മിനിറ്റ് ഇവിടെ. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ 8:20 എന്ന സമയം പറയാം, അല്ലെ? അതായത് ഈ മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് സൂചി 4 വരുമ്പോഴാണ് നമ്മൾ 20 എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു
കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. നോക്കാം എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഈ അവർ ഹാൻഡും മൈനസ് ഇവിടെ എത്രയാണോ, അതായത് ഈ മിനിറ്റ് ഹാൻഡിന് കറസ്പോണ്ട് ആയിട്ടുള്ള നമ്പർ ക്ലോക്കിൽ എത്രയാണോ അത് തമ്മിൽ മൈനസ് ചെയ്യാം. ഇവിടെ 8ഉം 20നെ 4ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 8 - 4 നമുക്ക് 4 എന്ന് കിട്ടി അല്ലേ. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാം. നമുക്ക് 8 - 4 എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് സംഖ്യയാണ് അല്ലെ. ഇനി ചെയ്യേണ്ടത് ഇവിടെ കിട്ടിയത് ഈ എത്രയാണോ അതേ ഇൻറ്റു 30 ചെയ്യാം. അതേ ഇൻറ്റു 30 ചെയ്യാം. ഇനി ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാം. ഇവിടെ +4 ആണ് അല്ലെ. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുക്കാം. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കാം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ +4 ആണ്, അതുകൊണ്ട് നമ്മൾ പ്ലസ് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഈ മിനിറ്റ് ഹാൻഡിന്റെ പകുതി എടുക്കാം. അതായത് ഇവിടെ മിനിറ്റ് സമയം എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 20ന്റെ പകുതി 10 ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ചെയ്താൽ മതി. 4 × 30 120 + 10. അപ്പൊ നമുക്ക് 130 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അതായത് 8 20 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 8 - 4 4 + 4 ആണ്. അപ്പോ 4 × 30 120 120 ഇതിന്റെ പകുതി 10. അപ്പൊ 120 + 10 130. ഓക്കെ, ശരിക്കും ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യം പോലില്ല, നമ്മുടെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എളുപ്പം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ചെയ്യുന്ന വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മുടെ 8:20 എന്ന സമയം അവർ ഹാൻഡ് എത്രയാണോ അതേ ഇൻറ്റു 30 മൈനസ് ഇനി ചെയ്യേണ്ടത് മിനിറ്റിന്റെ സമയം എത്രയാണോ അതേ ഇൻറ്റു 5.5 അല്ലെങ്കിൽ 11/2. ഓക്കെ, അപ്പൊ ഇത് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ 240 മൈനസ് ഇവിടെ 110 വരും. അപ്പൊ അങ്ങനെ ചെയ്താലും നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, 130 കിട്ടും. അപ്പൊ രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ 130 ഡിഗ്രി ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. 89 × 108 × 124 ഡിവൈഡഡ് ബൈ 11ന്റെ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഒരു റിമൈൻഡർ തിയറം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് തിയറം. n1 × n2 × n3, അതായത് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ വന്നിരിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം n1/m ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എത്രയാണ് നോക്കുക. അതായത് 89/11 ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും. ഇവിടെ n1/m ചെയ്യുമ്പോൾ നമുക്കൊരു റിമൈൻഡർ കിട്ടും. അപ്പൊ നമുക്ക് R1 എന്ന് കൊടുക്കാം. ഇൻറ്റു അതേപോലെ n2/m ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടും, അതിന് R2 എന്ന് കൊടുക്കാം. ഇനി n3/m ചെയ്യുമ്പോൾ ഒരു ശിഷ്ടം റിമൈൻഡർ കിട്ടും, അതിന് R3 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ ഈ നമ്പറിനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ റിമൈൻഡർ എത്രയെന്ന് കിട്ടും. അപ്പൊ ഇതിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ഇത് കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്യേണ്ടത് ആദ്യം ഇതേ ഡിവൈഡ് ബൈ ഇത് ചെയ്യാം. അപ്പൊ 89/11 നമുക്കറിയാം 11 × 8 88 ആണ്. അപ്പൊ ഇവിടെ ശിഷ്ടം വരുന്നത് 1 ആണ് അല്ലെ. അതായത് 89/11 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 1 ആണ്. ഇൻറ്റു അതേപോലെ 108/11 നമുക്കറിയാം 11 × 9 99 ആണ്. അപ്പൊ 108 കിട്ടണമെങ്കിൽ ശിഷ്ടം 9 വരും അല്ലെ. അപ്പൊ ഇവിടെ ശിഷ്ടം 9. ഇനി അടുത്ത് 124/11 നമുക്കറിയാം 11 × 11 121 ആണ്. ഇവിടെ 124 ശിഷ്ടം 3 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണോ തന്നിരിക്കുന്നത് അതേ നമ്പർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്നിട്ട് ഈ നമ്പേഴ്സ് എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 9 9 9 × 3 27. അപ്പൊ 27/11 എന്നായി മാറി. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ റിമൈൻഡർ ശിഷ്ടം കിട്ടുന്നത് അത് തന്നെയായിരിക്കും ഇത് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡർ. അപ്പൊ 27/11 നമുക്കറിയാം 11 × 2 22 ആണ്. അപ്പൊ ഇവിടെ 27. അപ്പൊ 22 + 5 ആണ് 27. അതായത് ഇവിടെ ശിഷ്ടമായിട്ട് വരുന്നത് 5 ആണ്. റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 5 ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 129ന്റെ 5 1/3 അതായത് 129 × 5 1/3 പ്ലസ് 18.5 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 1052.46. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിന് ഈ ഒരു ടേമിനെ മാറ്റാം. അപ്പൊ 129 ഇത് മാറ്റുമ്പോൾ 5 × 3 15 15 + 1 16. ഇത് കൺവേർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചെയ്യേണ്ടത് ഇതേ ഇൻറ്റു ഈ ഡിനോമിനേറ്റർ പ്ലസ് ഈ ന്യൂമിനേറ്റർ പിന്നെ ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ എത്രയാണോ അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ 5 × 3 15 15 + 1 16 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 18.5 പ്ലസ്
ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 1052.46. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം 9 1 10 12. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ തന്നെയാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 3 4 പ്രാവശ്യം, 9 3 പ്രാവശ്യം. അപ്പൊ ഇവിടെ 43 ഇൻറ്റു 16 പ്ലസ് 18.5 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 1052.46. അപ്പൊ ഇത് ചെയ്യാം. അപ്പൊ 43 ഇൻറ്റു 16. അപ്പൊ 43 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 430 കിട്ടും. ഇനി ചെയ്യേണ്ടത് 43 ഇൻറ്റു 6 ആണ്. അപ്പൊ 3 6 18, ശിഷ്ടം 1 6 4 24 1 25. അപ്പൊ 258 കൂട്ടുക 8 688 ആണ് കിട്ടി. ഓക്കെ, അപ്പൊ 688 പ്ലസ് 18.5. ഓക്കെ, പ്ലസ് 18.5 ചെയ്യുമ്പോൾ 8 16 8 1 9 10 706.5 കിട്ടി. ഇത്രയും ടൈം 706.5 കിട്ടി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് അവിടെ ഏത് നമ്പർ വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് 1052.46 മൈനസ് ഇതിന്റെ തുകയായ ഈ 706.5 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 6 14 5 പോയ 9 11 6 പോയ 5 ഇവിടെ 4 ബാക്കി 3. അപ്പൊ 345.96 എന്ന് കിട്ടും. 345.96. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 180ന്റെ എത്ര ശതമാനമാണ് 45? ഓക്കെ, 180ന്റെ എത്ര ശതമാനമാണ് 45? അപ്പൊ ഡയറക്റ്റ് ഓപ്ഷൻ നോക്കിയാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ 25 ആണ്. അപ്പൊ 180ന്റെ 25% അല്ലെ. അപ്പൊ 25 100 4 പ്രാവശ്യം. അപ്പൊ 4 18 4 × 4 16, ശിഷ്ട 2. അപ്പൊ 20 45. അപ്പൊ 45 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 25%. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയിൽ മൂന്നാം പദം 120. അപ്പോ ഒരു സമാന്തര ശ്രേണി അരിതമെറ്റിക് പ്രോഗ്രഷൻ AP ആണ് തന്നിരിക്കുന്നത്. അതിന്റെ മൂന്നാമത്തെ പദം 120 തന്നിട്ടുണ്ട്. നമുക്കറിയാം nth ടേം, അതായത് nth പദം കണ്ടുപിടിക്കാൻ നമുക്ക് ഉള്ള ഇക്വേഷൻ ആണ് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച ഇതാണ്, ഫോർമുലയാണ് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ ഇവിടെ മൂന്നാമത്തെ പദം, അതായത് മൂന്നാമത്തെ ടേം ഈക്വൽ ടു, അപ്പൊ എന്ത് വരും? a പ്ലസ് 3 മൈനസ് എന്നിന്റെ അവിടെ 3 കൊടുക്കുക. മൂന്നാമത്തെ പദം എന്ന് പറയുമ്പോൾ എന്നിന്റെ അവിടെ 3 കൊടുക്കുക. 3 മൈനസ് 1 ഇൻറ്റു ഡി, അതായത് a പ്ലസ് 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്. a പ്ലസ് 2d ആണ് നമുക്ക് തന്നിരിക്കുന്നത് 120. ഓക്കെ, നമുക്ക് വേറെ കാര്യം തന്നിട്ടുണ്ട്. ഏഴാമത്തെ പദം 144. അപ്പോ a പ്ലസ് 6d ആണ് 144. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല് ജസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ചെറുത് ഇവിടെ താഴത്തെ എഴുതാം. a പ്ലസ് 2d ഈക്വൽ ടു 120 അല്ലെ. അപ്പൊ ഇതിനെ മൈനസ് ചെയ്യാം. അപ്പൊ എയും എയും ഇവിടെ മൈനസ് a ആയി. അപ്പൊ എയും എയും കട്ട് ചെയ്ത് പോയി. അപ്പൊ 6 മൈനസ് 2 4 d ഈക്വൽ ടു ഇവിടെ ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. ഓക്കെ, 4d ഈക്വൽ ടു 24. അപ്പൊ d ഈക്വൽ ടു 24/4 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ d 24, അതായത് പൊതുവ്യത്യാസം 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിലും ഈ ഡിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് a കിട്ടും, ആദ്യത്തെ പദം കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിപ്പോ ഏറ്റവും ചെറുത് ഇതാണ്. അപ്പൊ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകണം ഡിക്ക്. അപ്പൊ ഞാന് ഓക്കെ, a പ്ലസ് 2d, d 6 ആണ്. അപ്പൊ 2d എന്ന് പറയുമ്പോൾ 12 ഈക്വൽ ടു 120. അപ്പൊ a ഈക്വൽ ടു 120 മൈനസ് 12 ചെയ്യാം. അപ്പൊ എനിക്ക് 108 എന്ന് കിട്ടി. അപ്പൊ a 108 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അഞ്ചാം പദമാണ് അല്ലെ. അഞ്ചാം പദം എന്ന് പറയുമ്പോൾ a പ്ലസ് 4d ആണ്. അതായത് a പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു ഡി, അതായത് a പ്ലസ് 4d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a നമുക്കറിയാം 108 പ്ലസ് 4d. നമുക്ക് ഇവിടുന്ന് 4d ഡയറക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ d 6 ആണ്. അപ്പൊ 4d എന്ന് പറയുമ്പോൾ 6 × 4 24, അല്ലെങ്കിൽ 4d ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട് 24. അപ്പൊ 108 പ്ലസ് 24 ചെയ്യാം. അപ്പൊ 108 പ്ലസ് 24 നമുക്ക് 132 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ 132, ഓപ്ഷൻ ബി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്.
അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കാം. ആവറേജിന്റെ ശരാശരിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. അപ്പോൾ ഓക്കെ നോക്കാം, 30 കുട്ടികളുടെ ശരാശരി 14 ആണ്. ഓക്കെ, ക്ലാസ് അധ്യാപകന്റെ പ്രായം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ, അതായത് ഒരാളും കൂടെ വന്നു, അധ്യാപകൻ കൂടെ വന്നു, ഇപ്പൊ എത്ര ആളായി? 31 ആളായി അല്ലെ? അധ്യാപകൻ കൂടെ വന്നപ്പോൾ 31 ആളായി. ശരാശരി എത്രയായി? 15 ആയാൽ ക്ലാസ് അധ്യാപകന്റെ പ്രായം എത്ര? ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് ആദ്യത്തെ ശരാശരി, ഒരാൾ വന്നപ്പോ ശരാശരി കൂടി, അപ്പോ പ്ലസ്. ഇനി ചെയ്യേണ്ടത് ഡിഫറൻസ്. ഇവിടെ എത്രയാണ് ഡിഫറൻസ്? ശരാശരിയുടെ ഡിഫറൻസ് 14 15, അതായത് ഒന്നാണ് ഡിഫറൻസ് ഇൻറ്റു ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്? ഇപ്പൊ 31 ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഇത് ചെയ്തേ നമുക്ക് കിട്ടും. അപ്പൊ 14 പ്ലസ് 1 × 31 31 ആണ്. അപ്പൊ 14 പ്ലസ് 31 നമുക്ക് 45 എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ആവറേജിന്റെ ക്ലാസ് ഓൾറെഡി എന്റെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് ഈ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാത്ത ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കാം. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുതൽ മുടക്കാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എളുപ്പം ചെയ്യാൻ നോക്കാം. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ, അപ്പൊ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് SP അല്ലെ, അതായത് വിറ്റ വില, കോസ്റ്റ് പ്രൈസ് നമ്മുടെ മുതൽ വാങ്ങിയ വില. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം 44. നമുക്ക് ലാഭം എന്ന് പറയുന്നത് എപ്പോഴും സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കൂടുതൽ അല്ലെ, അതായത് വിറ്റ വില മൈനസ് വാങ്ങിയ വില ചെയ്യുമ്പോഴാണ് എപ്പോഴും ലാഭം കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് 44 സാധനങ്ങളാണ് വിറ്റത്, അതായത് 44 സാധനങ്ങളുടെ SP മൈനസ് 44 സാധനങ്ങളുടെ CP. അപ്പൊ കിട്ടിയപ്പോ എത്ര ലാഭം കിട്ടി? 11 സാധനങ്ങളുടെ മുതൽ മുടക്ക്, അതായത് 11 CP. മുതൽ മുടക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാങ്ങിയ വില അല്ലെ, 11 CP ലാഭം കിട്ടി. ഇനി ഇത് ചെയ്യാം. അപ്പൊ 44 SP ഈക്വൽ ടു ഈ CP അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആയി. അപ്പൊ 44, ഇവിടെ 11 CP ഓൾറെഡി ഉണ്ട്, പ്ലസ് 44 CP എന്ന് പറയുമ്പോൾ 44 പ്ലസ് 11 55 CP എന്നായി അല്ലെ. ഇനി SP ബൈ CP ഈക്വൽ ടു 55/44, അതായത് 11 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 55-ന് 5 പ്രാവശ്യം, 44 4 പ്രാവശ്യം, അതായത് സെല്ലിംഗ് പ്രൈസ് 5ഉം കോസ്റ്റ് പ്രൈസ്, അതായത് വിറ്റ വില 5ഉം വാങ്ങിയ വില 4ഉം ആണ്. ഇനി ലാഭശതമാനം കണ്ടുപിടിക്കാം. അപ്പോ വിറ്റ വില, അതായത് ലാഭം എന്ന് പറയുന്നത് SP മൈനസ് CP. ഇവിടെ SP 5ഉം CP 4ഉം ആണ്. അപ്പോൾ 5 മൈനസ് 4 1, 1 രൂപയാണ് ലാഭം, ഡിവൈഡഡ് ബൈ CP. ഇവിടെ CP എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 100 ചെയ്താൽ നമ്മുടെ ലാഭത്തിന്റെ ശതമാനം കിട്ടി. അപ്പൊ 4 100-ല് 25 പ്രാവശ്യം. ഓക്കെ, അതായത് 25% നമുക്ക് ലാഭം കിട്ടിയത്. 58 രൂപ ABC എന്നിവർക്ക് വീതിച്ച് ഇപ്രകാരമാണ്. എക്ക് ബിയേക്കാൾ 7 കൂടുതലും ബിക്ക് സിയേക്കാൾ 6 കൂടുതലുമാണ്. അവർക്ക് ലഭിച്ച തുകയുടെ അംശബന്ധം എത്ര? ഇത് എളുപ്പം ചെയ്യേണ്ടത് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 13:26:19 ആണ്. അപ്പൊ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണോ നോക്കുക. എക്ക് ബിയേക്കാൾ 7 കൂടുതലും, ഇതാണ് ABC. എക്ക് ബിയേക്കാൾ 7 കൂടുതലാണോ? അല്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി അടുത്ത ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 26:19:13 ആണെന്ന് നമ്മൾ കണ്ടീഷൻ നോക്കാം. എക്ക് ബിയേക്കാൾ 7 കൂടുതലും, ശരിയല്ലേ? ഇതാണ് ബി, ഇത് എ, സി. എക്ക് ബിയിലേക്കാൾ 7 കൂടുതലുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. ഇനി അടുത്ത് ബിക്ക് സിയേക്കാൾ 6 കൂടുതൽ, ബിക്ക് സിയേക്കാൾ 6 കൂടുതൽ, ശരിയല്ലേ? 13 + 6 അല്ലേ 19. അപ്പോ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക. 58 കിട്ടുന്നത് 26 + 19 + 13 ചെയ്യുമ്പോൾ നമുക്ക് 58 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത് നോക്കാം. 220 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗത 36 km/മണിക്കൂർ ആകുന്നു. ഒരു ടെലിഫോൺ തൂൺ കറക്കുന്നതിന് ഈ തീവണ്ടി എടുക്കുന്ന സമയം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ടെലിഫോൺ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ആളിനെയൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന തീവണ്ടിയുടെ സമയം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് തീവണ്ടിയുടെ ലെങ്ത്. ഇവിടെ 220 മീറ്റർ ആണ്. അതായത് നമ്മുടെ സാധാരണ നമുക്കറിയാവുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അപ്പൊ ഈ ഫോർമുല തന്നെയാണ് ഇവിടെ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിന്റെ ലെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ സ്പീഡ് വരും അല്ലെ.
ഇത് സ്പീഡ്, ഇവിടെ സ്പീഡ്, ടൈം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് നോക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നീളം മീറ്ററിലും സ്പീഡ് കിലോമീറ്റർ വന്നിരിക്കുന്നത് അല്ലെ. 36 km/h ആണ്. അപ്പൊ ഇതിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ 18, 36 രണ്ട് പ്രാവശ്യം. ഇനി ബാക്കിയുള്ളത് 220 ഡിവൈഡ് ബൈ 2 × 5 10. ഓക്കെ, അപ്പോൾ 0 വെട്ടിപ്പോയി, ബാക്കി 22 സെക്കൻഡ്. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. രണ്ട് അർദ്ധഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം. ഓക്കെ, നമുക്കറിയാം അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ 2/3 × πr³ ആണ് അല്ലെ. 2/3 πr³ ആണ് അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം കാണാനുള്ള, വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് അർദ്ധഗോളങ്ങളുണ്ട്. അപ്പോൾ πr⁻³ ഈസ് ടു 2/3 πr⁻². രണ്ടാമത്തെ r2 എടുക്കാം. ഓക്കെ, അംശബന്ധം തന്നിട്ടുണ്ട് 8:27. ഇവിടെ ശ്രദ്ധിക്കുക 2/3 π അല്ലെ, രണ്ടിൽ കോമൺ ആണ്. അപ്പൊ അതിനെ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ശരിക്കും r⁻³ ഈസ് ടു r2³ ആണ് തന്നിരിക്കുന്നത് 8:27. അപ്പോൾ നമുക്ക് r1 ഈസ് ടു r2 കിട്ടും. അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണ്, 27ന്റെ 3 ആണ്. അപ്പൊ 2:3 എന്ന് കിട്ടി. ഓക്കെ, ഇനി കണ്ടുപിടിക്കാൻ പറയുന്നത് വ്യാസമാണ്. r എന്ന് പറയുന്നത് ആരമാണ്, വ്യാസം എന്ന് പറയുന്നത് 2r ആണ് അല്ലെ. 2r1 ഈസ് ടു 2r2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും 2 × 2 രണ്ടിൽ കോമൺ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക, 2:3. പക്ഷെ ഓപ്ഷനിൽ 4:6 എന്ന് ഇത് തന്നിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. PSC ഇനി ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാന്ന് അറിയില്ല. ചിലപ്പോൾ രണ്ടും കറക്റ്റ് ആൻസർ ആയിരിക്കും, എയും സിയും. അതായത് നമ്മൾ ഇവിടെ 2r1 ഈസ് ടു 2r2 ഇതാണ് ശരിക്കും ആരം. പക്ഷെ 2 രണ്ടിൽ കോമൺ ആയത്, അംശബന്ധം എടുക്കുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമല്ലോ. അപ്പൊ 2 ശരിക്കും ക്യാൻസൽ ചെയ്ത് കളയണം. ക്യാൻസൽ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇവിടെ 2r1 അതായത് 2 × 2 4ഉം ഇവിടെ 2 × 3 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഈ രണ്ട് ആൻസറും കറക്റ്റ് തന്നെയാണ്. ശരിക്കും അംശബന്ധം എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ ഷോർട്ട് ഫോമാണ് എടുക്കേണ്ടത്. അപ്പൊ ശരിക്കും വരികയാണെങ്കിൽ 2:3 ആണ്. പക്ഷെ ഓപ്ഷനിൽ 4:6 ഉള്ളതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ രണ്ട് ആൻസറും കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ വരാം. ഓക്കെ, അടുത്ത് നോക്കാം. 12.5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 200 രൂപ ആയാൽ മുതൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മളൊരു ചെറിയ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. CA - SI അതായത് 2 വർഷത്തേക്ക്. ഓക്കെ, 2 വർഷത്തെ കേസാണ്. CI - SI അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ മൈനസ് സാധാരണ പലിശയുടെ ഡിഫറൻസിന്റെ ഇക്വേഷൻ ആണ് CI - SI = P × R/100 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ അറിയാവുന്നവർക്ക് ഇത് എളുപ്പം ചെയ്യാം. അപ്പൊ നമുക്കിവിടെ CI - SI അതായത് കൂട്ടുപലിശ മൈനസ് സാധാരണ പലിശ തന്നിട്ടുണ്ട്. എത്രയാണ്? 200 രൂപ തന്നിട്ടുണ്ട്. = P ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മുടെ മുതലാണ് കണ്ടുപിടിക്കുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട്. നമുക്ക് R എന്നുണ്ട് 12.5 അതായത് 12.5 ഡിവൈഡഡ് ബൈ 100 ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക, 12.5ന്റെ ഇരട്ടി 25 ആണ്. 25 100ൽ 4 പ്രാവശ്യം. അപ്പൊ 12.5 100ൽ 8 പ്രാവശ്യം പോകും അല്ലെ. അപ്പോൾ ഇവിടെ 200 = P × ഇവിടെ ബാക്കി 1 ആണ്, 1/8 അല്ലെ. 1/8ന്റെ ഹോൾ സ്ക്വയർ അതായത് 1 സ്ക്വയർ 1 തന്നെയാണ്, 8 സ്ക്വയർ 64. അപ്പൊ P എന്ന് പറയുന്നത് ഈ 64 ഇങ്ങോട്ട് പോകും, 200 × 64 എന്നാവും. അപ്പൊ 2 × 64 128, 2 0. അപ്പൊ നമുക്ക് 12,800 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 12,800. അടുത്തൊരു നമ്പർ സീരീസ് ആണ് 1, 7, 9, 14, 17, 21 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ. അവിടെ ശ്രദ്ധിക്കുക, ഇത് രണ്ട് നമ്പർ ശ്രേണി മിശ്രമായി തന്നിരിക്കുകയാണ്. 1, 9, 17 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയും 7, 14, 21 ഇങ്ങനെ പോകുന്ന ഒരു രണ്ട് ശ്രേണിയും കൂടെ മിക്സ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ 1, 9 അതായത് +8 ആണ് അല്ലെ. അതേപോലെ 9, 17 ഇവിടെ +8 ആണ്. അപ്പോൾ ഇനി അടുത്തത് 17 + 8 നമുക്കറിയാം, 17 + 8 25. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ 25, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത് നോക്കാം. ബോർഡ് മാസ് ആണ്. മൈനസ് എന്നത് ഗുണനത്തെയും ഗുണനം എന്നത് സങ്കലനത്തെയും അതായത് പ്ലസും, അടുത്ത് പ്ലസ് എന്നത് ഹരണത്തെയും, അടുത്ത് ഹരണം എന്നത് വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത്
14 മൈനസ് 10 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 16 പ്ലസ് 8 എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം 14 നമ്പേഴ്സ് ഒക്കെ എഴുതാം. 14, 10, 4, 16, 8. ഓക്കെ, ഇനി നോക്കാം മൈനസ് ആണ്. മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റു ആണ് അല്ലേ. ഇനി അടുത്തിവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. ഇനി ഇതിൻ്റെ രണ്ടിനിടയിൽ ഡിവൈഡ് ആണ്. ഡിവൈഡ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. ഇനി അടുത്ത് ഇവിടെ പ്ലസ് ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ആണ്. ഇട്ട് കൊടുക്കാം. ബോർഡ് മാസം നമുക്കറിയാം. ഫസ്റ്റ് ഹരണത്തിന്റെ ഭാഗം ചെയ്യാം. അപ്പൊ 16/2 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇനി അടുത്ത് ഗുണനം ചെയ്യാം. 14 × 10 140 ആണ്. ഇനി ബാക്കി ഇവിടെ പ്ലസ് 4, ഇവിടെ മൈനസ് 2 ഉണ്ട് അല്ലെ. അപ്പൊ 140 പ്ലസ് 4 144 മൈനസ് 2 142 എന്ന് കിട്ടും. ഓക്കെ, 142 ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നോക്കാം. ഒരു പരീക്ഷയിൽ എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്നും 8ാമതും. ഓക്കെ, അപ്പൊ മുന്നിൽ നിന്നും, അതായത് ഇവിടെ നിന്ന് ഒരു കുട്ടി എ എന്ന കുട്ടിയുടെ റാങ്ക് 8 ആണ്. ഓക്കെ, അതുപോലെ പുറകിൽ നിന്നും ഈ കുട്ടിയുടെ റാങ്ക് 16 ആണ് എങ്കിൽ ആകെ എത്ര കുട്ടികളുണ്ട് എന്നാണ്. അപ്പോൾ 16 + 8 അതായത് 24. പക്ഷെ ഇത് ഒരു കുട്ടിക്ക് ഇവിടെ നിന്ന് 2 പ്രാവശ്യം വേണ്ടില്ല. അപ്പൊ 1 കുറയ്ക്കണം. 24 - 1 അപ്പൊ 23. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. വിട്ടുപോയത് കണ്ടെത്തുക. 36:4. ഓക്കെ, അടുത്തത് ഏതാണ് ചോദ്യം? ഇവിടെ നോക്കാം. 36 എന്ത് ചെയ്താലാണ് 4 കിട്ടുക? 36 ഡിവൈഡഡ് ബൈ 9 ആണ് 4 അല്ലെ. അപ്പൊ അതുപോലെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് കിട്ടുന്ന ഏതാ നോക്കാം. ആദ്യത്തെ ഓപ്ഷന് 3:27 ആണ്. അത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് അല്ലെ. 27 ആദ്യം 3ഉം പിന്നെ 27 വന്നിരിക്കുന്നത്. പക്ഷെ ആദ്യം വലുതും രണ്ടാമത് ചെറിയ നമ്പർ വരണം. അപ്പൊ അതല്ല. ഇനി അടുത്ത് 9:1 ആണ്. അപ്പൊ 9 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ അത് തന്നെയാണ്, 9:1. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ്. ഇനി അടുത്ത് നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, W ആദ്യത്തെ ഓപ്ഷൻ എ വന്നിട്ട് WUS ആണ്. അതായത് ഇവിടെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 23, 21, 19. ഓക്കെ, അതായത് -2 എന്ന രീതിയിലാണ് പോണത്. ഇനി അതുപോലെ നമുക്ക് അടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി ZXV അല്ലെ. 26, 24, 22. ഇത് -2. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി അടുത്ത് ഓപ്ഷൻ സി നോക്കാം. NLJ N14, L12, J10. അപ്പോൾ ഇതും -2 ആ പോകുന്നത്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ ഡി മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. TSR. ഓക്കെ, ഒറ്റയാൻ എന്ന് പറയുന്നത് ഇവിടെ TSR ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആൽഫബറ്റിന്റെ നമ്പേഴ്സ് പഠിച്ചു വെക്കുക. കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം.